ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സന്ധ്യയെങ്കിലെ ധ്യാനപീഠത്തിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. ധ്യാനത്തിങ്കൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നിമിഷങ്ങളിൽ നമുക്ക് ആയിരിക്കാം. ഈ കാലം നമുക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്ന സങ്കീർണതകളും ഒരുക്കി വച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലം മാത്രമല്ല, എല്ലാ കാലവും പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ സമ്മാനിക്കാറുണ്ട്. നാം ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാം പാടുമ്പോൾ പറയും, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷേ നാം ചിന്തിക്കാറുണ്ട്, ഈ മഴ എന്താണ് അങ്ങോട്ട് തോർന്ന് മാറാത്തത്? ഈ മഹാമാരി എന്താണ് അവസാനിക്കാത്തത്? കോവിഡ് കാലം ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കൊക്കെ നൽകുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലം മാത്രമല്ല, എല്ലാ കാലവും ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ ഹബക്കൂക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഹബക്കൂക്കിൻ്റെ കാലഘട്ടത്തെയും ആ കാലഘട്ടത്തെ ഹബക്കൂക്ക് എങ്ങനെ അനുഗ്രഹകരമാക്കി എന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് സന്ധ്യയെങ്കിലെ ഈ ധ്യാനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ നിൻ്റെ സന്നിധാനത്തെങ്കിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ ആത്മാവിൽ ഇതിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാനും അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കാലത്തെയുമൊക്കെ അനുഗ്രഹമാക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണം. ദൈവ കൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ശക്തീകരിച്ചാട്ടെ. സകലതും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് ഹബക്കൂക്ക്. നഹൂമിൻ്റെയും സെഫന്യാവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ ഒരുവൻ. പൊതുബോധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഹബക്കൂക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെയും അതിൻ്റെ പ്രശ്ന സങ്കീർണതകളെയുമൊക്കെ കാട്ടിക്കൊടുത്ത ഒരു പ്രവാചകനായിരുന്നു ഹബക്കൂക്ക് പ്രവാചകൻ. സങ്കീർത്തനം പോലെ സുന്ദരമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. ഒരു കവിത പോലെ സുന്ദരമായുള്ള താള നിബന്ധമായുള്ള വരികളാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഹബക്കൂക്കിൻ്റെ കാലഘട്ടം അത് നീതിമാന്മാരെ ദുഷ്ടന്മാർ വിഴുങ്ങിക്കളഞ്ഞ കാലഘട്ടമായിരുന്നു. സാമൂഹിക നീതിബോധങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഹബക്കൂക്ക് നിൽക്കുന്നത്. ന്യായം വക്രതയായി തീർന്നുപോയ ഒരു കാലഘട്ടം. ഇസ്രായേലിന് മേൽ വിദേശ അധിനിവേശത്തിൻ്റെയൊക്കെ കരാളഹസ്തങ്ങൾ വന്നു പതിച്ച ഒരു കാലഘട്ടമാണ് ഹബക്കൂക്കിൻ്റെ കാലഘട്ടം. അറിഞ്ഞോ അറിയാതെയൊക്കെ അടിച്ചമർത്തപ്പെടലുകൾ, വേദനകളൊക്കെ നിറഞ്ഞ കാലഘട്ടം. അത്ര പ്രതീക്ഷാസുന്ദരമായ അനുഭവങ്ങളല്ല ആ കാലം ഹബക്കൂക്കിനും അല്ലെങ്കിൽ ഹബക്കൂക്കിൻ്റെയോടൊപ്പം ജീവിച്ച മനുഷ്യർക്കും നൽകിയത്. എന്നാൽ ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്ന സങ്കീർണതകളുടെയൊക്കെ മധ്യത്തിലും തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന പ്രവാചകനെയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകനെ പോലെ തന്നെ നാം ജീവിക്കുന്ന കാലഘട്ടം
ഒരുപാട് പ്രശ്ന സങ്കീർണതകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കാലാതീതനായി നിലനിൽക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുന്നവനാണ് ഏതു കാലഘട്ടത്തിലും ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാലാതീതനായി നിലനിൽക്കുന്ന ദൈവത്തെ ജീവിതത്തിൽ കണ്ടെത്തുന്നവനാണ് ഏതു കാലഘട്ടത്തിലും അർത്ഥപൂർണ്ണമായി ജീവിതം കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഹബക്കൂക്ക് അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹബക്കൂക്കിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് അത്തിവൃക്ഷം തളിർക്കയില്ല, തളിർപ്പില്ലാത്ത അത്തിവൃക്ഷങ്ങൾ. ഈ അത്തിവൃക്ഷത്തിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് തന്നെ പച്ചപ്പാണ്. ഇടനൂർന്ന് നിൽക്കുന്ന ഇലകളാണ് അത്തിവൃക്ഷത്തിൻ്റെ ആകർഷകത. എന്നാൽ ഇവിടെ പറയുന്നത് തളിർപ്പ് പോലുമില്ലാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചാണ്. പച്ചപ്പുകൾ, ജീവിതത്തിൻ്റെ പച്ചപ്പുകൾ നഷ്ടപ്പെട്ട കാലഘട്ടമാണ് ഹബക്കൂക്കിൻ്റെ കാലഘട്ടം. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന ബിംബകൽപ്പനയാണ് എപ്പോഴും മുന്തിരിയും മുന്തിരിത്തോട്ടങ്ങളുമൊക്കെ. ദൈവരാജ്യത്തിനോട് തുല്യമായി ഉപമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ് ഹബക്കൂക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നമുക്കറിയാം, ഒലിവ് എന്ന് പറയുന്നത് സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. തൈലാഭിഷേക ശുശ്രൂഷയിൽ, സൗഖ്യദായക ശുശ്രൂഷയിലൊക്കെ ഒലിവ് എണ്ണയാണ് നാം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി ഒളിമ്പിക്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒളിമ്പിക്സിലെ വിജയികൾക്ക് ആദ്യകാലങ്ങളിൽ ഒലിവ് കൊണ്ട് തീർത്ത കിരീടങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയൊക്കെ ചിഹ്നമാണ് ഒലിവ്. ഇവിടെ പറയുന്നത് ഒലിവ് മരത്തിൻ്റെ പ്രയത്നങ്ങൾ നിഷ്ഫലമായി പോയ കാലഘട്ടം. അങ്ങനെയെങ്കിൽ ഇത് സൗഖ്യവും സമാധാനവും നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ്. ഫലമില്ലാത്ത നിലങ്ങളും കന്നുകാലികളില്ലാത്ത ഗോശാലകളും നശിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളും ഇവിടെ പ്രവാചകൻ വരച്ചു കാട്ടുകയാണ്. നമുക്കറിയാം, നിലങ്ങൾ ഫലമില്ലാതെ മാറിയിരിക്കുന്നു, ഗോശാലകൾ ശൂന്യമായിരിക്കുന്നു. ശൂന്യതയുടെ അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ തന്നെ അവർ നേരിട്ട ഒരു നിഷ്ഫലത അല്ലെങ്കിൽ ഫലശൂന്യതയാണ് ഇവിടെ പ്രവാചകൻ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഊശ്വരതയുടെ കാലഘട്ടമായിരുന്നു ഹബക്കൂക്കിൻ്റെ കാലഘട്ടം. ഈ കാലത്തിൽ ഹബക്കൂക്ക് എങ്ങനെ തൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കിയെന്ന് ഈ ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന കാലഘട്ടവും ഇങ്ങനെ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നാമൊക്കെ പറയുന്നുണ്ട്, ഒരു കെട്ട കാലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നമുക്ക് ഇതിനു മുമ്പേ നേടിയിട്ടില്ല. ഒരു മഹാമാരി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം. ഒരുപക്ഷെ നമ്മൾക്ക് വളരെ വ്യത്യസ്തമായുള്ള അനുഭവങ്ങൾ ഈ നാളുകളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രയാസമേറിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണെങ്കിലും ഒരുപാട് തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശൂന്യതയുടെ ഒരുപാട് സംഭവഗതികൾ നമ്മുടെ ചുറ്റുപാടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥതയിലൂന്നിയുള്ള മനുഷ്യൻ്റെ ഒരുപാട് ചെയ്തികൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രതീക്ഷിക്കാൻ ഒത്രയധികമൊന്നും ഇല്ല എന്ന് എവിടെയൊക്കെയോ തോന്നിപ്പോകുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലവും ചില വെല്ലുവിളികൾ, ചില പ്രതിസന്ധികൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഹബക്കൂക്ക് നേരിട്ടതുപോലെ ഉണ്ടാവുന്നുണ്ട്. കവി ആയിരിക്കുന്ന സച്ചിദാനന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട്: തിന്നുവാനല്ലാതെ കൊല്ലുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. ഈ കാലഘട്ടം ഭോഗികൾ പെരുകുകയും ത്യാഗികൾ ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആ സമൂഹത്തിൻ്റെ പ്രശ്ന സങ്കീർണതകളുടെയും ഒക്കെ നാളുകളിൽ ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും,
എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. റിജോയ്സ് ആൻഡ് എക്സോൾട്ട് ഇൻ ദ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, ഉല്ലസിച്ച് ഘോഷിക്കും. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെ ഇത് സാധ്യമാകും? ഇവിടെ ഈ വേദഭാഗത്തിലൂടെ ഹബക്കൂക്ക് പറയുന്നതാണ്, ഞാൻ ആനന്ദിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് അക്കമിട്ട് നിരത്തി പറയുവാനായിട്ട് ഹബക്കൂക്കിന് ഈ വേദഭാഗത്തിൽ സാധിക്കുന്നുണ്ട്. ഹബക്കൂക്കിൻ്റെ ചില ബോധ്യങ്ങളാണ് ഹബക്കൂക്കിന് ഈ ആനന്ദവും സന്തോഷവും പകരുന്നത്. ഈ ബോധ്യക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ ഹബക്കൂക്കിൻ്റെ ബോധ്യക്രമങ്ങളിലേക്ക് നമുക്കൊന്ന് ധ്യാനത്തെ നയിക്കാം. ഇവിടെ നോക്കുക, ഹബക്കൂക്ക് പറയുന്നത്, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഉല്ലസിച്ച് ഘോഷിക്കും. ഹബക്കൂക്ക് പറയുന്നു, കാരണം യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും ബലപ്പെടുകയും ചെയ്യുന്നവർക്ക് ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനും കഴിയും എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. ജീവിതത്തിൻ്റെ തിക്ത അനുഭവങ്ങളിലും പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളിലുമൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ ബലമാണ് എന്ന് ഹബക്കൂക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. ഹബക്കൂക്ക് മാത്രമല്ല, വേദപുസ്തകത്തിൽ ജീവിതം ആനന്ദകരമാക്കിയിട്ടുള്ള സന്തോഷകരമാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഈ സാക്ഷ്യം പറയുന്നുണ്ട്. ദാവീദ് 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്നാണ് ദാവീദ് പറയുന്നത്. യഹോവ എൻ്റെ ജീവൻ്റെ ബലം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു അമിതമായുള്ള ബലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. മോശയെ നോക്കുക, മോശ ബലഹീനനായ ഒരു മനുഷ്യൻ ആണ്, എന്നാൽ വിക്കുള്ളവനാണവൻ. ഫറവോന് നേരെ നിന്ന് സംസാരിക്കുവാൻ പോലും കഴിയുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന മോശ. എന്നാൽ മോശയെ ദൈവം ശക്തീകരിക്കുകയാണ്. നിൻ്റെ നാവോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, നിന്നോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തിലുള്ള ഉറപ്പാണ്, ഈ ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പാണ് മോശയെ ഇസ്രായേലിൻ്റെ ശക്തനായ നേതാവാക്കി മാറ്റിയത്. പൗലോസ്ലീഹ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയും ബലമൊക്കെ കുറഞ്ഞുപോയ ഒരു കാലഘട്ടമാണ്. എത്ര ബലമുള്ളവനും ഒന്ന് ശക്തിഹീനനായി പോയ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ നിലനിൽക്കുന്നത്. എന്നാൽ ഹബക്കൂക്ക് പറയുന്ന ഉറപ്പ് എന്ന് പറയുന്നത്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നവനൊക്കെ ആനന്ദവും ഉല്ലാസവുമുള്ളവനായി തീരുമെന്നാണ്. രണ്ടാമതായി ഹബക്കൂക്ക് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, യഹോവ എൻ്റെ സംരക്ഷകൻ എന്നാണ്. യാഹുവേ ഈസ് മൈ പ്രൊട്ടക്ടർ. ഇവിടെ അവൻ പറയുന്നത്, എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു എന്നാണ്. പേടമാനിൻ്റെ കാൽ പോലെ എന്നെ ആക്കുന്ന ഒരു ദൈവം. എന്താണ് ഈ കാലിലുള്ള പ്രത്യേകതയെന്ന് അപ്പോൾ നാം ഒന്ന് പരിശോധിക്കണം. പേടമാൻ്റെ കാലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ദൈവം പ്രത്യേകമായുള്ള ഒരു കവചം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ പേടമാൻ്റെ കാലിന് ചുറ്റും കല്ലും മുള്ളുമുള്ള വഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അപ്രകാരം കാലിന് പ്രതിസന്ധികൾ മുള്ളും കല്ലുമൊന്നും കൊള്ളാതിരിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക കവചമൊരുക്കി കാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇവിടെ ഹബക്കൂക്ക് അവതരിപ്പിക്കുന്നത്. പേടമാൻ്റെ കാലിന് പ്രത്യേക കവചമൊരുക്കി കാക്കുന്ന ദൈവം എനിക്കും കവചമൊരുക്കി കാക്കുന്ന ഒരു ദൈവമാണ്. മയങ്ങാതെ ഉറങ്ങാതെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ഹബക്കൂക്കിൻ്റെ ബോധ്യം. ഈ ബോധ്യം നമ്മളെയും ഏത് കാലത്തിലും വളരെ ധൈര്യത്തോടെ നിലനിൽക്കുവാനും ഉല്ലാസഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുവാനുമായിട്ടും സാധിക്കും. അതുകൊണ്ട് യഹോവ എൻ്റെ ബലമാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ ആഭ്യന്തര ജീവിതത്തിലേക്ക് വിദേശ ശക്തികൾ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ് ഹബക്കൂക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്.
അങ്ങനെ ആടിയുലയുന്ന ഒരു കാലഘട്ടത്തിലും ഹബക്കൂക്ക് പറയുന്നു, യഹോവയായ കർത്താവ് എന്നെ കാവൽ ചെയ്യുന്ന, എന്നെ കാക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഉറപ്പ് ഹബക്കൂക്ക് നൽകുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ആരാണ് പറയുന്നത്? ശലോമോൻ രാജാവ് പറയുകയാണ്. കാവൽക്കാരെ അയച്ചത് ആരാണ്? ഈ രാജാവാണ്. കാവൽക്കാരെ അയച്ച രാജാവ് പറയുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ ഞാൻ വിന്യസിച്ചിരിക്കുന്ന ഈ സൈന്യശക്തി ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് എന്നെ കാക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ബോധ്യമാണ് ശലോമോനെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കിയത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെയും ബലപ്പെടുത്തുന്ന, കരുതുന്ന, നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായുള്ള സംശയവുമില്ല. ഒറീസയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു പട്ടക്കാരനാണ് ഞാനവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരാളാണ് രമേശ് ശർമ്മ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ. അദ്ദേഹം ഒറീസയിൽ വളരെ വർഷങ്ങളായി അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒറീസക്കാരനാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒറീസയിൽ പീഡനത്തിൻ്റെ നാൾമുറകളുണ്ടായ ഒരുപാട് കഥകൾ കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം നൽകുവാൻ വേണ്ടി, അറിവ് നൽകുവാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു രമേശ് ശർമ്മ. അന്നുണ്ടായിട്ടുള്ള ഒരുപാട് പീഡനങ്ങളുടെയൊക്കെ പ്രയാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒറീസയിലെ മുഴുവൻ ഇടങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. അങ്ങനെ ഈ രമേശ് ഹോസ്റ്റലിൽ വാർഡനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നിടത്തും ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടന്നു. ആ ഹോസ്റ്റൽ മുഴുവൻ കത്തിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രേഖകളും കത്തി ചാമ്പലാക്കപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണ സാധന സാമഗ്രികളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രയാസമേറിയ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും, ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് രമേശ് തൻ്റെ വീടിന് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൂട്ടി അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി ഈ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സുരക്ഷിതരുമല്ല, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ നടന്ന് പോയിക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അവിടുത്തെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കുഞ്ഞുങ്ങളെയാണ് ഈ രമേശിൻ്റെ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സാറ് എങ്ങോട്ട് പോകും? അപ്പോൾ പറഞ്ഞു, എനിക്ക് വേറെ പോകുവാനിടമൊന്നുമില്ല, ഞാൻ ഈ ഗ്രാമത്തിൽ ഈ കത്തിച്ച വീടിൻ്റെയൊക്കെ പരിസരങ്ങളിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിക്കൊള്ളാം. രമേശ് പറഞ്ഞു, ഒരുപാട് പേടിപ്പിക്കുന്ന കാലഘട്ടം. എന്നാൽ ഈ കടന്നു വന്ന ആ ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ രമേശിനോട് പറഞ്ഞു, ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഞങ്ങൾ അങ്ങയോടൊപ്പം ഇവിടെ പാർക്കും. ആ രാത്രികളിൽ, പേടിപ്പിക്കുന്ന രാത്രികളിൽ ഒരു കൂട്ടം ആളുകൾ എനിക്ക് ചുറ്റുമിരുന്ന് എന്നെ കാവൽ ചെയ്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെട്ടപ്പോൾ രമേശ് എന്നോട് പറഞ്ഞു, എന്നെ കാവൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിനരാത്രങ്ങളായിരുന്നു അത്. വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പ്രശ്ന സങ്കീർണതകളൊക്കെ ഉണ്ടാകാം. അതിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഹബക്കൂക്ക് പറയുന്നത്, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. അപ്രകാരം നമ്മളെ കാക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കണം. മൂന്നാമതായി ഹബക്കൂക്ക് പറയുകയാണ്, ദൈവം എൻ്റെ പ്രതീക്ഷയാണ്. യാഹ്വേ ഈസ് മൈ ഹോപ്പ്, ഗോഡ് ഈസ് മൈ ഹോപ്പ്. പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, നമുക്കുണ്ട് എന്നാണ് ഹബക്കൂക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ അവസാന വാക്യത്തിൽ അവൻ പറയുന്നതാണ്, അവൻ എന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു. എന്നെ ഉന്നതികളിലേക്ക്, ഔന്നത്യത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഹബക്കൂക്ക് പറയുകയാണ്. ഇന്ന് എൻ്റെ അനുഭവങ്ങളൊക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞ താഴ്വാരങ്ങളിൽ കിടക്കുന്ന അനുഭവങ്ങളൊക്കെയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്നെ എത്തിക്കുവാനുള്ള ഒരിടം എനിക്കുണ്ട്, എത്തുവാനുള്ള ഒരിടമുണ്ട് എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഹബക്കൂക്കിനുണ്ടായിരുന്നു. ഇസ്രായേലിലെ ജനം തന്നെ ദൈവത്തിൽ നിന്നകന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും താളടിയായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യമാണ് ഹബക്കൂക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഉന്നതങ്ങളിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ ജനമേ, നമ്മളുടെ പ്രതീക്ഷകളെ പൂവണിയിക്കുന്നവനാണ് നമ്മളുടെ ദൈവം.
എല്ലാ പ്രതീക്ഷകളെയും പൂവണിയിക്കുന്നവനാണ് നമ്മളുടെ ദൈവം. പ്രതീക്ഷകളുടെ പൂക്കാലം നമുക്ക് സമ്മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ നടന്നിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല എന്ന് നമുക്കതിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ എൻ്റെ ഇന്നത്തെ ജീവിതാനുഭവങ്ങളൊക്കെ, ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ ആ എത്തേണ്ടിടത്തേക്ക് എന്നെ എത്തിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രവാചകന് സാധിക്കുന്നു. ആ മനസ്സിലാക്കിയ ബോധ്യമാണ് ഇസ്രയേലിന് പകർന്നു കൊടുക്കുവാൻ പ്രവാചകൻ ശ്രമിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മളും ഓർക്കാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ താളടിയായി പോയോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില താഴ്വാരങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് ഹബക്കൂക്ക് നൽകുകയാണ്. പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ദൈവം. വേദപുസ്തകം മുഴുവൻ നൽകുന്നത് ഇതാണല്ലോ, പ്രതീക്ഷകളുടെ പുസ്തകമാണല്ലോ വേദപുസ്തകം. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ കൈവിടാതെ നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിലെ ഔന്നിത്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വലിയ ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം എപ്പോഴും നമുക്ക് നൽകുന്നുണ്ട്. സിയോൻ നഗരിയിലേക്ക് മടക്കി വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ജനത്തെ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ സീഗോൻ നഗരിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നവനാണ് ദൈവം. ശുഭ്രപളങ്ക് നദിയുടെ അപ്പുറത്ത് ഒരു സിയോൻ പട്ടണമുണ്ടെന്നും ആ പട്ടണത്തിൽ എനിക്ക് എത്തിച്ചേരുവാനുള്ളതാണെന്നുള്ള വലിയ പ്രതീക്ഷയുടെ വെളിപാടുകളാണ് വെളിപാട് പുസ്തകം നമുക്ക് നൽകുന്നത്. വേദപുസ്തകം ഉടനീളം ഈ പ്രതീക്ഷയുടെ പുസ്തകമാണ്. ദൈവം നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് അനുഭവങ്ങളിലും നമുക്ക് ഈ ദൈവത്തിൽ പ്രത്യാശ വെക്കുവാനും പ്രതീക്ഷകൾ വെക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. എല്ലാ കാലത്തും നമ്മുടെ വിശ്വാസ സമൂഹത്തെ നിലനിർത്തിയത് ദൈവത്തിലുള്ള ഈ ഒരു പ്രതീക്ഷകളാണ്. കുടിയേറ്റ സമൂഹത്തോടൊപ്പമാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ എല്ലാ കാലങ്ങളിലും ആയിരുന്നത്. മനുഷ്യൻ ദൈവത്തിൽ മാത്രം സ്വപ്നം വെച്ച് നടത്തിയതാണ് കുടിയേറ്റങ്ങളൊക്കെയും. വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രത്തിലും അപ്രകാരമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഈ പ്രവർത്തിച്ച ഇടങ്ങളിലൊക്കെ അനേകം ആളുകൾ സാക്ഷ്യം പറയുന്നത് കേൾക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷകളെ പൂവണിയിച്ച ഒരു ദൈവമുണ്ട്. അതെന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയുവാൻ എനിക്ക് സാധിക്കും. നമ്മളൊക്കെ ആഗ്രഹിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമ്മളെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ഈ പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ പറയുവാൻ ശ്രമിച്ചത്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാണ്. എന്നെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇതാണ് ഹബക്കൂക്കിൻ്റെ ബോധ്യം എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ ഈ വചനത്തിലൂടെ നിങ്ങളോടും എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ഈ ബോധ്യമാണ്. ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഈ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യനൊക്കെയും ഉല്ലസിക്കും, ആനന്ദിക്കും. അതുകൊണ്ട് എനിക്ക് ജീവൻ്റെ ബലമായി എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ, എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൽ സംരക്ഷണം നേടുവാൻ, എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ പ്രതീക്ഷകളെ പൂവണിയിക്കുന്ന ഒരു ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതം ഹബക്കൂക്ക് പറയുന്നത് പോലെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഉല്ലസിക്കും. നമുക്ക് ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനും കഴിയും. അപ്രകാരം ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ബീജികൾ ഒരുക്കുവാൻ ഈ ധ്യാനം നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. ദൈവമേ, നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ്. നീ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് ബലം നൽകുന്ന ദൈവമാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളെയും ഞങ്ങളുടെ പ്രതീക്ഷകളെയും പൂവണിയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആ ദൈവം മുൻപാകെ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ആ ദൈവത്തോടൊപ്പമുള്ള ജീവിതയാത്രയിൽ നമുക്ക് ആനന്ദവും ഉല്ലാസവും അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. കോടാക്കോടി തൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ. കോടാക്കോടി തൻ